ഗൈസ് നമ്മളിപ്പോൾ നയാഗ്ര വാട്ടർഫോളാണ് ഗൈസ്. നമ്മളിത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തേക്ക് നടക്കാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും കൂടി വരും നനയാൻ വേണ്ടി സെറ്റാക്കാം. അടുത്ത ഇവിടുത്തെ എക്സിബിഷനാണ്, കണ്ടിട്ട് തരാം. ഇവിടെ എങ്ങനെയാണോ തൃശ്ശൂർ എക്സിബിഷനിലെ അതേ സെയിമാണ് ഇവിടെ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കറങ്ങി നമ്മൾ ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് റൂട്ട് തെറ്റിപ്പോയോ എന്നൊരു ഡൗട്ട് ഗായ്സ്. കാരണം ഇവിടെ നയാഗ്ര വാട്ടർഫോൾസ് മാത്രമേ ഉള്ളൂ ഗായ്സ്. നമ്മളിതൊന്നും കണ്ടിട്ടല്ല ഇവിടെ വന്നത് എന്താന്ന് വെച്ചാ നമ്മുടെ മേളിലിരുന്നോണ്ട് ചില്ല് ചെയ്യുന്ന അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ ഒരു തേങ്ങയില്ല, ഇവിടെ ആകെ എന്ത് തേങ്ങ, ഒരു വാട്ടർഫോൾ മാത്രമേ ഉള്ളൂ. എനിക്കാണ് പ്രാന്തും പിടിക്കണ്ട്. നോക്കട്ടെ ഗൈസ് എന്താ ചെയ്യാൻ പറ്റാന്ന്. വണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അയ്യോ. സോ ഗൈസ് നമ്മളവർ ചതിച്ച് ഗൈസ്, നമ്മളവർ ശരിക്കും ചതിച്ച്. ഞാൻ ശരിക്കും നമ്മളാണ് മണ്ടന്മാർ ഇതിൽ കയറിയത്. കുഴപ്പമില്ല, നോക്കാം ഗൈസ്. അടുത്ത് എവിടെയാന്ന് ഇപ്പോഴും എനിക്ക് പിടിയിട്ടില്ല. നോക്കാം. നമ്മള് കേറേണ്ട സ്ഥലമാണ് ഗൈസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത്. ഇത് കണ്ടോ, നമ്മളൊന്നും നോക്കിയില്ല, നമ്മളാട് കേറി ഗൈസ്. സെറ്റ്. നമ്മള് പാർക്കിങ് ചെയ്തോണ്ടിരിക്കുകയാണ് വണ്ടി. സെറ്റ്. വെള്ളെന്തായിരിക്കും എക്സ്പീരിയൻസ് ഇതൊക്കെ അറിയില്ല. ഫുള്ള് എനിക്ക് പറയാതില്ല, നമുക്ക് തന്നെ കണ്ടെന്നെ അറിയാം. വാ നമ്മളിത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമ്മൾ നേരെ പോവാണ് ഗൈസ്. നമ്മളുടെ ഉള്ളിൽ കയറിയിരിക്കുന്നു. ഇനി ഇവിടെ നടന്ന് മെയിൻ എൻട്രൻസ് ഉണ്ട്, അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അതാണ് പറയണത്. കുഴി അവിടെ ഉണ്ട്, മരണക്കുഴി അതവിടെയാണ്. സോ ഗൈസ് വേറൊരു കാര്യം വെച്ചരാം. ആ സാധനം എന്താണെന്നറിയോ, മേളിലെത്തില്ല. അതിലാണ് നമ്മൾ കയറാൻ പോണത്. സാധനന്റെ അറ്റത്താത്തണം. സാധനം പതുക്കെ പൊന്തി അറ്റത്തും ഗൈസ്. അതാണ് അടിപൊളി. ഒരാളെത്തി. ഈ സാധനം വെച്ചിട്ടാണ് ഗൈസ് പൊന്തിക്കണേ. പൊന്തിച്ച് അറ്റത്തെത്തും. പിന്നെ അടുത്ത് തോളത്തിട്ടല്ല നമ്മളിത് ഉള്ളിൽ കയറാൻ പോണു. ഇതിന്റെ ഇതൊക്കെ നോക്കി നല്ല തണുപ്പുണ്ട് കേട്ടോ. ഉള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ, വേറെ ഒന്നുമല്ല, നല്ല തണുപ്പ്. ആ ഉള്ളിക്കുള്ള ഏതല്ലേ
ഗൈസ് നമ്മളിത് തുറക്കുമ്പോ തന്നെ കിളികളും മേളിൽ കൂടെ പറക്കണ പാമ്പുകൾ കേട്ടോ ഗൈസ്. കിളികളൊക്കെ മേളിൽ കൂടെ പറക്കണം നോക്കുമ്പോ. നോക്ക് ഗൈസ്, നോക്ക്, നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെയൊക്കെ. ഓരോ ജീവികളെ ഞാൻ പരിചയം. ആള് നമുക്ക് എന്താ പറയാ പറഞ്ഞ അതിനെടുക്കാൻ പറ്റില്ല. അത് ഇതാണ്. പിന്നെ 200 രൂപയാണ് അതിനെടുക്കാൻ. പക്ഷെ അത് വരില്ല അങ്ങനെ എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കിളീനൊക്കെ പറഞ്ഞു മേളിൽ കൂടെ ഇത് പറഞ്ഞ വേറൊരു കിളി പറഞ്ഞു. പക്ഷെ 100 പാമ്പിനാണ് 50 രൂപ. അത് നടക്കണ കേസല്ല. പാമ്പ് ഞാൻ എടുക്കില്ല. ഭയങ്കര അതിനെ വെറുപ്പാണ് സത്യം പറഞ്ഞാൽ. പാമ്പിന് ഞാൻ എടുക്കില്ല, ഇതിനെ മാത്രമേ ഞാൻ എടുക്കായിരുന്നു. പക്ഷെ 100 രൂപ നടക്കില്ല കേസ്. നെക്സ്റ്റ് നോക്കാം. വേറെ എങ്ങനെയാ വെച്ചേക്കണെന്ന് വെച്ചാൽ ചുറ്റും ഒരു ടേബിളിലാണ് വെച്ചേക്കണത്. നല്ല അടിപൊളിയാണ് സത്യം. ഇവിടെ ഒരു കിറുക്കരിക്കണ ഒരു കിറുക്കൻ്റെ മറ്റുള്ളവരോട് സംസാരിച്ചിരിക്കണേ എന്താല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലവ് ബേർഡ്സ് കഴിച്ചിട്ട് അവിടെ ലവ് ബേർഡ് ഇരിക്കണത്. സോ ഗൈസ് ഇനി നമ്മൾ നേരെ പുറത്തേക്ക് പോവാണ്. ഇതിൻ്റെ പുറത്ത് എന്താണാവോ നോക്കാം ഗൈസ്. അക്വേറിയം അടുത്ത നമ്മൾ ഇതിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ എൻട്രി ചെയ്താണ്. നേരെ അതാണ് എൻട്രി. വിളിക്കാം. നമ്മളത് ക്യൂല് നിൽക്കാണ്. നമ്മുടെ ലൈൻ പൊക്കോണ്ടിരിക്കണ്ട. ഫാസ്റ്റാണ്, കുഴപ്പമില്ല. നേരെ കയറാം.
ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കാം. നല്ല ഐസ്ക്രീം റൈഡുകൾ കിടക്കല്ലേ. സംസാരിക്കാൻ പോണേ. കൺട്രോളിങ്ങിൽ അവരാണോ, അവരവിടെ നിന്ന് കൺട്രോൾ ചെയ്യും. റോബോട്ട് അതിനനുസരിച്ച് ഷെയ്ക്കാനും കാര്യങ്ങളൊക്കെ തരും. വീണ്ടും എക്സിബിഷൻ പോലെ നടന്നിങ്ങനെ പോകണം. എന്നാണ് കുറേ നടക്കുന്നത്. ഇവിടെ പലതരം കടകളുണ്ട്. മാലകൾ, കളക്ഷനുകൾ, എല്ലാത്തരം കടകളും ഇവിടെ കിട്ടും. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചില്ലറ പൈസ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇല്ലാന്ന് തന്നെ കാര്യമില്ലാത്ത കുറച്ച് ജെല്ലുകളൊക്കെ ഉണ്ടാവും. നമ്മൾ നോക്കി വാങ്ങണം. സോ നമുക്ക് അങ്ങോട്ട് നടക്കാൻ കഴിച്ചു. അല്ലാണ്ട് എന്ത് ചെയ്യാനും നടക്കാം. നമ്മളെത്തിയിരിക്കുന്നു നമ്മളെ അവളുടെ കൊണ്ടുപോയി ഇവിടെയൊക്കെ കയറി എല്ലാ റൈഡുകളിലും കയറി നമ്മൾ തിരിച്ചിപ്പോൾ ബീച്ചിലേക്ക് പോവുകയാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ലൈക്ക് ലഭിക്കായിരിക്കും. സൈനിങ് ഔട്ട്.